പത്തരമാറ്റ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത്. വ്യാഴാഴ്ചത്തെ എപ്പിസോഡാണ്. ടി വിയിൽ മിസ്സായവർക്കും വേണ്ടിയിട്ട് കൂടെയാണ് കേട്ടോ എപ്പിസോഡ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബിലൂടെയും അതുപോലെ തന്നെ ലൈക്കിലൂടെയും തരാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ജലജയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ. ഡൈനിങ് ടേബിളൊക്കെ തുടച്ചുകൊണ്ട് ഇങ്ങനെ ജലജ നിൽക്കുകയാണ്. അപ്പോൾ മുറിയിൽ നിന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ നയനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അവളത് കഴുകി വെക്കാനായിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ. ഉടനെ തന്നെ ജലജ നയനയോട് പറയാണ്, ഇങ്ങ് തന്നേക്ക് മോളെ, ഞാൻ ആ പ്ലേറ്റ് കഴുകി വെച്ചോളാം എന്നിങ്ങനെ പറയാണ് കേട്ടോ. നയന ഉടനെ തന്നെ ആശ്ചര്യത്തോടെ ഇങ്ങനെ ജലജയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ നവ്യ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ നവ്യ പറയാണ്, അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ, അമ്മ ഇങ്ങനെ അടിമപ്പണി എന്തിനാണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ നയന പറയാണ്, അതിന് ഞാൻ പറഞ്ഞൊന്നുമില്ല, എൻ്റെ പ്ലേറ്റ് കഴുകി വെക്കാൻ എനിക്കറിയാമെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നാലും ഇവിടുത്തെ എല്ലാ ജോലി ഇപ്പോൾ ചെയ്യുന്നത് അമ്മ തന്നെയാണല്ലോ, നിന്നെയൊക്കെ പേടിക്കേണ്ട കാര്യം അമ്മയ്ക്ക് എന്താണ് ഇങ്ങനെ ആ ഒരു രീതിയിൽ നവ്യ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങാണ് കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിൽ അതിനെന്താ മോളെ, എനിക്കൊരു കുഴപ്പമില്ല, മോള് കഴിച്ച പാത്രവും ഞാൻ തന്നെയല്ലേ കഴുകി വെച്ചിരുന്ന് ഇങ്ങനെ പറയാണ്. അത് പിന്നെ ഞാൻ അമ്മയുടെ മരുമോളല്ലേ, അവൾ എന്നെപ്പോലല്ലല്ലോ ഇവള്. അല്ല ഇവിടെ അമ്മായിമ്മക്ക് എന്താ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കിയാ, അതെങ്ങനെയാ ഇവളോട് കാണിക്കുന്നതൊക്കെ കപട സ്നേഹമല്ലേ. അവരുടെ മകൻ ചെയ്ത വലിയൊരു തെറ്റ് ഇവൾ പുറത്തു, അതിൻ്റെ ആ ഒരു പാരിതോഷികമായിട്ട് വേണ്ടി മാത്രമാണ് അവരിവളെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. ഇവരുടെ വിചാരം അവർക്ക് ഇവളെ ഭയങ്കര കാര്യമാണെന്നാണ്. എന്തായാലും ചേച്ചിക്ക് എന്താ, അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം സത്യമാണോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം എനിക്കറിയാം. ചേച്ചിക്ക് അവസാനം പണി കിട്ടാതെ നോക്കിക്കോ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ലാസ്റ്റ് മനസ്സിലായിക്കോളും ആരുടെ ഭാഗത്താ ശരി തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നയന ഉള്ളിലേക്ക് കയറി പോവാൻ കേട്ടോ. നവ്യ അപ്പോൾ ജലജയോട് പറയുന്നുണ്ട്, ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ജലജ പറയാണ്, മോളെ ആദർശ് ജയിലിലായപ്പോൾ ആദ്യമൊക്കെ അവൾക്ക് നല്ല സങ്കടമൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അതില്ല, അവിടെ വാക്കുകളിലൂടെ തന്നെ അത് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് പറയാൻ കേട്ടോ. നവ്യ അപ്പോൾ പറയുന്നുണ്ട്, അത് എനിക്കും തോന്നി, ആബി ജയിലിൽ കിടന്നപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അനുഭവിച്ചത്, പക്ഷേ ആ ഒരു സങ്കടമൊന്നും എന്തായാലും നയനയുടെ മുഖത്ത് കാണുന്നില്ല. അമ്മ പറഞ്ഞതിലും കാര്യമുണ്ടെന്നിങ്ങനെ നവ്യ സംസാരിക്കുകയാണ് കേട്ടോ. അത് അബി അപ്പം തന്നെ അവർക്ക് ഇടയിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അബി പറയുകയാണ്, അബിയോടൊപ്പം ജലജി പെട്ടെന്ന് തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ, എടാ ഇപ്പോൾ നീ ജയിലിലായപ്പോഴത്തേക്കും അത് മീഡിയയിലേക്ക് വന്ന വലിയൊരു ന്യൂസ് തന്നെയായിരുന്നു, അറിയാത്ത ആൾക്കാർ കൂടി അറിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതാ ആദർശ് ജയിലിലായിട്ട് അതിനൊരു ന്യൂസ് ചാനൽ പോലും വന്നിട്ടില്ല, നീ എന്താണ് ഇങ്ങനെയൊക്കെ, നീ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ അബിയോട് ഇങ്ങനെ പറയാൻ കേട്ടോ ജലജ. അപ്പോൾ അബി പറയുന്നുണ്ട്, അമ്മ അത് അത്ര എളുപ്പമൊന്നുമല്ല, എന്തായാലും ഞാൻ നോക്കട്ടെ, മീഡിയക്കാരോട് പറഞ്ഞ് അവൻ്റെ വാർത്ത എങ്ങനെയെങ്കിലും ഞാനത് പബ്ലിസിറ്റി ആക്കുമെന്നിങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നവ്യം പറയുന്നുണ്ട്, എനിക്ക് അയാൾ ജയിലിലായതിൽ സന്തോഷം തന്നെയാണ്, എണീക്കുമ്പോൾ അയാളുടെ മുഖം കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പായിരുന്നു, ഇപ്പോൾ അയാൾ ജയിലിലായപ്പോൾ ഒരു സമാധാനമുണ്ട്. ഓക്കെ, നവ്യയുടെ ഭർത്താവാണ് അങ്ങേര്, പക്ഷേ നവ്യയുടെ വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്, എനിക്ക് അതിനോട് ഒരു സഹതാപം ഉണ്ടെങ്കിലും അയാളുടെ കാര്യം ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് ആ സഹതാപം എല്ലാം പോകും. അത്രയ്ക്ക് എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് അയാളും നന്ദു നയനയൊക്കെ എന്തെങ്കിലും നവ്യ പറയാൻ കേട്ടോ. അങ്ങനെ അഭി പറയാണ്, എന്തായാലും ഞാൻ ഉടനെ തന്നെ മീഡിയയിൽ അവൻ്റെ ന്യൂസ്, അതായത് ആദർശേട്ടൻ്റെ ന്യൂസ് വരാനായിട്ട് ഞാൻ ശ്രമിക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഇതൊക്കെ കേട്ടുകൊണ്ട് മുറിയിൽ ആദർശ് ഇതൊക്കെ കേൾക്കുവാണ് കേട്ടോ. അങ്ങനെ ഉടനെ തന്നെ നയന മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇപ്പോൾ എന്തായാലും ഞാൻ ഈ മുറിയിൽ ഇരുന്നുകൊണ്ട് പുറത്തുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ജയിലിലാണെന്ന് എല്ലാവരുടെയും വിചാരം, അതുകൊണ്ട് തന്നെ പല ആൾക്കാരുടെയും മുഖങ്ങൾ എനിക്കിപ്പോൾ നല്ലതുപോലെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ അവർ പറഞ്ഞ കാര്യം നയനയോട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന പറയാണ്, എന്തായാലും അബിയുടെ ആ കള്ളത്തരം ജലജാൻറ്റിയോട് പറഞ്ഞത് എന്തായാലും നന്നായി, എന്നിട്ടും അവരുടെ അഹങ്കാരത്തിനൊന്നും ഒരു കുറവുമില്ല, മുനവച്ച രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഞാൻ ഒളിഞ്ഞ് കേൾക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ നയന ആദർശിനോട് പറയാൻ കേട്ടോ. അങ്ങനെ എവിടം വരെ ഇവർ പോകും നോക്കാമെന്നിങ്ങനെ ആദർശും നയനയും കൂടി ഇങ്ങനെ പറയാണ്. പിന്നീട് നവീനെ കാണിക്കുന്നുണ്ട്. നവീൻ നമ്മുടെ നന്ദുവിനെ ഫോൺ ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ സുഖവിവരങ്ങളൊക്കെ തിരക്കുകയാണ്. അപ്പോൾ നന്ദുവും നവീനേട്ട പറയുന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നവീനാണെങ്കിൽ നന്ദുവിനിങ്ങനെ അപകടം പറ്റിയില്ല, എനിക്ക് നല്ല വിഷമമുണ്ടെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതെന്താ നവീനേട്ടൻ ഇത്രയ്ക്ക് വിഷമിക്കാനായിട്ട് കാര്യം എന്താ, ഓ നവീനേട്ടൻ്റെ ഗുണ്ടകളാണല്ലോ എന്നെ ആക്രമിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, നന്ദു കാരണമാണ് എനിക്ക് ആ കേസ് തന്നെ ജയിക്കാൻ പറ്റിയത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ തുടർന്ന് പോകാൻ കേട്ടോ അവരുടെ സംഭാഷണം. പിന്നീട് നന്ദു ആ കോള് കട്ടായതിന് ശേഷം അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്, എൻ്റെ കാമുകൻ എന്നെ ഇതുവരെ ഒന്ന് വിളിക്കണമെന്ന് പോലും തോന്നിയില്ലല്ലോ, എന്താണ് എന്നെ ഒന്ന് വിളിക്കാത്തത്, ഞാൻ ബോറടിച്ചിരിക്കുകയാണെന്ന് നിനക്ക് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴത്തേക്കും ഉടനെ തന്നെ നമ്മുടെ അനി കോള് ചെയ്യുന്നുണ്ട് കേട്ടോ നന്ദുവിനെ. അങ്ങനെ നന്ദു ആണെങ്കിൽ ഇപ്പോൾ നവീനേട്ടൻ വിളിച്ച് വെച്ചതേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അനിയോട്. അപ്പോൾ അവൻ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, അവനെതിനാ ഇടക്കിടക്ക് എന്നെ ഇങ്ങനെ വിളിക്കുന്നതിന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു ഒരു തമാശ രീതിയിൽ പറയാം, ഇനി നവീനേട്ടൻ എന്നോട് പ്രണയം വല്ലതും ആണോ എന്നിങ്ങനെ
ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അനി ഇവിടെ തന്നെ അങ്ങനെയൊന്നും അല്ലായിരിക്കും, അല്ല അങ്ങനെയാണെങ്കിൽ അവൻ ആദ്യം അത് എന്നോടല്ലേ പറയുന്നത്. അപ്പം നന്ദു പറയാം, എന്താ അനി ഇത്, ഞാനൊരു തമാശ പറഞ്ഞതേ ഉള്ളൂ. തമാശ നീ അങ്ങനെ കൂടുതൽ തമാശയൊന്നും പറയണ്ട. പിന്നെ നമ്മുടെ അനിയെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് നവീനെ കുറച്ച് പൊക്കിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് അനി പറയാണ്, ഞാൻ ഫോൺ വെക്കുമോ, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുവാണേ.